my dear friends, welcome to my channel Kannur's Kitchen. എൻ്റെ പേര് സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ. ദോശകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ദോശകളുണ്ട്. ഇന്ന് നമുക്ക് എഗ്ഗ് ദോശയെ പരിചയപ്പെടാം. എഗ്ഗ് ദോശകൾ മെയിൻലി തട്ടുകടകളിലാണ് ഉണ്ടാക്കുന്നതായി കണ്ടിട്ടുള്ളത്. ക്രിസ്പിയായ ദോശയ്ക്ക് മുകളിൽ എഗ്ഗ് ഓംലെറ്റ് കൂടി ചേരുമ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും റിച്ചുമായ ഒരു ഡിഷായിരിക്കും അത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു എഗ് ദോശ തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. മുട്ട ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന പച്ചക്കറികൾ കട്ട് ചെയ്യണം. അത് ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് മല്ലിയില, ഇത്രയും ഇൻഗ്രീഡിയൻസ് വളരെ ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. പച്ചക്കറികളെല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുക്കുന്നത്. ഈ 2 മുട്ടയും ഈ ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് ചേർക്കട്ടെ. അതിനുശേഷം ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കൂടുതലൊന്നും ചേർക്കണ്ട. അതുപോലെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാര്യം നമ്മൾ ചേർക്കുന്ന പച്ചക്കറികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പായിരിക്കണം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കട്ടെ. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് അങ്ങോട്ടേക്ക് മാറ്റിയോ. ദോശമാവ് ഇവിടെ റെഡിയാണ്. ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ച ദോശമാവാണിത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരല്പം വെള്ളം ഇതുപോലെ നമ്മൾ തളിച്ചു കൊടുക്കണം. അതായത് പാനിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു നല്ല ടവൽ വെച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഒരു തവ ഫുള്ളായിട്ട് ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചുറ്റിക്കാം. ഇനി ഈ ദോശയൊന്ന് ആറി വരണം. ഇതിൻ്റെ ആ ഒരു പച്ച മാറിയിട്ട് അതൊന്ന് ആറണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ദോശ ആറിക്കഴിഞ്ഞു. ഇതിൽ നിന്നും നമ്മൾ തയ്യാറാക്കി വെച്ച ദോശ ബാറ്ററിൽ നിന്നും പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി വേറൊരു ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ നെയ്യ് ഒഴിക്കാം. പിന്നീട് ഈ ദോശയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ദോശ ബാറ്റർ ഒന്ന് ആറി വരട്ടെ. ദോശ ബാറ്റർ നന്നായിട്ട് ആറിക്കഴിഞ്ഞു. നമ്മുടെ ദോശയുടെ അരികൊക്കെ ഇതുപോലെ അടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി തിരിച്ചിട്ട ഭാഗം ഒന്ന് കുക്കാവട്ടെ. മുട്ടയാണ് അവിടെ കുക്കാവാനുള്ളത്. ദോശ ഓൾമോസ്റ്റ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ദോശയിലേക്ക് അധികം ഓയിൽ കിട്ടിയിട്ടില്ലല്ലോ, മുട്ടയിലേക്കല്ലേ കിട്ടിയത്. അതിന് ശേഷം നമ്മുടെ ഈ സ്പാറ്റില വെച്ചിട്ടൊന്ന് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഭാഗത്തും ഓയിലിൻ്റെ ആ ഒരു പ്രസൻസ് ആയിക്കഴിഞ്ഞു. നമ്മുടെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് എടുത്ത് ഒരു പ്ലേറ്റിലോട്ടേക്ക് വെച്ച് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഈ നമ്മൾ തിരിച്ചിട്ട ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അടുത്ത ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാൻ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ഇതിൽ കുറച്ച് സവാളയുടെയൊക്കെ അംശം ഉണ്ടാവും.